വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ് സ്ട്രിക്റ്റ് മോഡ്? എന്താണ് ജാവാസ്ക്രിപ്റ്റ് സ്ട്രിക്റ്റ് മോഡ്? എങ്ങനെയാണ് നമ്മൾ അതിനെ എനബിൾ ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത്. അതായത് നമ്മുടെ കോഡിനെ ക്ലീനറും പിന്നെ സെക്യൂറും ആക്കാനായിട്ട് നമ്മൾ കുറച്ച് റൂൾസിനെ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ സ്ട്രിക്റ്റ് മോഡ് യൂസ് ചെയ്യുന്നത്. ആ റൂൾസ് വരുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ കോഡ് ക്ലീനറും സെക്യൂറും ആയി സെക്യൂറും ആവും. അപ്പൊ നമുക്ക് ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ 6 കേസസ് ആണുള്ളത്. ഈ 6 കേസസിനകത്ത് നമ്മൾ സ്ട്രിക്റ്റ് മോഡ് വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ നമ്മൾ അൺഡിക്ലെയർഡ് വേരിയബിൾസ്. നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ, നമുക്ക് അൺഡിക്ലെയർഡ് വേരിയബിൾസിനകത്ത് നമ്മൾ ആദ്യം തന്നെ യൂസ് സ്ട്രിക്റ്റ് എന്ന് വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് കുറെ റൂൾസുകൾ കൊണ്ടുവരുവാണ്. റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണ്ടോന്ന് നോക്കുവാണ്. അപ്പൊ യൂസ് സ്ട്രിക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് s=10 console.log s. അപ്പൊ വിത്ത് യൂസ് സ്ട്രിക്റ്റ്, അപ്പൊ ഈ ഡബിൾ കോട്സിന്റെ ഉള്ളിലാണ് യൂസ് സ്ട്രിക്റ്റ് എന്ന് വന്നിട്ട് എഴുതുന്നത്. s=10 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നു console.log s. അപ്പൊ നമ്മൾ യൂസ് സ്ട്രിക്റ്റ് ഇതിനകത്ത് ഈ കോഡിനകത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം. ഈ സ്ട്രിക്റ്റ് മോഡിനകത്ത് നമ്മൾ ഈ എന്താണ് യൂസ് സ്ട്രിക്റ്റ് ഉള്ളത് കാരണം സ്ട്രിക്റ്റ് മോഡ് എന്നാണ് നമ്മൾ പറയണേ. യു മസ്റ്റ് ഡിക്ലെയർ വേരിയബിൾസ് യൂസിങ് ലെറ്റ് കോൺസ്റ്റ്. നമ്മൾ എപ്പോഴും വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത് ലെറ്റ് കോൺസ്റ്റ് അല്ലെങ്കിൽ വാർ കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. യൂസ് സ്ട്രിക്റ്റ് യൂസ് ചെയ്യുമ്പോൾ റൂൾസ് എല്ലാം അത് പാലിക്കണ്ടോന്ന് നോക്കും. അപ്പൊ ഇതിനകത്ത് ഈ റൂൾസ് ഒന്നും ഫോളോ ചെയ്യണില്ല എങ്കിൽ എന്താണ്, എറർ വരും. ഇപ്പൊ s=10 എന്ന് പറഞ്ഞാൽ ലെറ്റ് കോൺസ്റ്റ് അല്ലെങ്കിൽ വാർ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അത് കാരണം എന്താണ്, റെഫറൻസ് എറർ ആണ്. s=10 എന്ന് പറയുമ്പോൾ നമുക്ക് റെഫറൻസ് എറർ കിട്ടും. കാരണം റെഫറൻസ് എറർ വിത്തൗട്ട് യൂസ് സ്ട്രിക്റ്റ്, അതായത് യൂസ് സ്ട്രിക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു എററും ഉണ്ടാവില്ല. യു ഡിഡിന്റ് ഡിക്ലെയർ എസ് വിത്ത് ലെറ്റും കോൺസ്റ്റും വാറോ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യാത്ത കാരണം ജാവാസ്ക്രിപ്റ്റ് ത്രോസ് ആൻഡ് എറർ ഇൻ സ്ട്രിക്റ്റ് മോഡിനകത്ത് ജാവാസ്ക്രിപ്റ്റ് എററിനെ ത്രോ ചെയ്യുന്നു. അപ്പൊ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് എറർ, s=not defined എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഫറൻസ് എറർ ആണ് അത് വരുന്നത്. ഇതാണ് യൂസ് സ്ട്രിക്റ്റിന്റെ കേസ് എന്ന് പറയുന്നത്. ലെറ്റ് കോൺസ്റ്റ് ഓഫ് വാർ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ എറർ വരുന്നു. റെഫറൻസ് എറർ s=not defined എന്ന് വന്നിട്ട് വരുന്നു. ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വരുന്നു. അതാണ് യൂസ് സ്ട്രിക്റ്റ് അൺഡിക്ലെയർഡ് വേരിയബിൾസിനകത്ത് വരുന്നത്. ഇതിനകത്ത് ലെറ്റും കോൺസ്റ്റും വാറും വെച്ചിട്ട് എടുത്ത്, അപ്പൊ യൂസ് സ്ട്രിക്റ്റിന്റെ കേസിനകത്ത് എറർ വരും. ഇനി വിത്തൗട്ട് യൂസ് സ്ട്രിക്റ്റ്, നമ്മൾ ഈ യൂസ് സ്ട്രിക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ, യൂസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ ലൈൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യുമായിരുന്നു. ഇഫ് യു റിമൂവ് യൂസ് സ്ട്രിക്റ്റ്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഇംപ്ലിസിറ്റ്ലി ക്രിയേറ്റ് എ ഗ്ലോബൽ വേരിയബിൾ എസ് ഇവൻ വിത്തൗട്ട് ഡിക്ലെയറിംഗ് ഇറ്റ്. ഇംപ്ലിസിറ്റ്ലി അതിനെ ഒരു ഗ്ലോബൽ വേരിയബിൾ എസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു ഇവൻ വിത്തൗട്ട് ഡിക്ലെയറിംഗ് ഇറ്റ്. നമ്മൾ ഡിക്ലെയർ ചെയ്യാതെ തന്നെ ഒരു ഗ്ലോബൽ വേരിയബിൾ എസിനെ ഡിക്ലെയർ ചെയ്യുന്നു. മനസ്സിലായി? ഇംപ്ലിസിറ്റ്ലി ഡിക്ലെയർ ചെയ്യുന്നു, വിച്ച് ഈസ് ബാഡ് പ്രാക്ടീസ്. അത് പിന്നെ ബഗ്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ യൂസ് സ്ട്രിക്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അത് എന്നാന്ന് വെച്ചാൽ ഇംപ്ലിസിറ്റ്ലി ആ എസ് എന്ന് പറഞ്ഞ ഗ്ലോബൽ വേരിയബിളിനെ ഗ്ലോബൽ വേരിയബിൾ എസിനെ ക്രിയേറ്റ് ചെയ്യുന്നു ഇംപ്ലിസിറ്റ്ലി. അത് പക്ഷെ നമ്മളുടെ ഒരു ബാഡ് പ്രാക്ടീസ് ആണ്. പിന്നെ കുറെ എറേഴ്സ് വരാനും സാധ്യതയുണ്ട്. അതാണ് നമ്മൾ യൂസ് സ്ട്രിക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം. ഇനി എന്നാന്ന് വെച്ചാൽ അടുത്തത്, അപ്പൊ അൺഡിക്ലെയർഡ് വേരിയബിൾസ്, വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെറുതെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ. അൺഡിക്ലെയർഡ് വേരിയബിൾസിനകത്ത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കിയത്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ഓൺലി പ്രോപ്പർട്ടീസ്. റീഡ് ഓൺലി പ്രോപ്പർട്ടീസിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ യൂസ് സ്ട്രിക്റ്റ് കോൺസ്റ്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ഇനീഷ്യലൈസ് വാല്യൂ ഇനീഷ്യലൈസ് ഒബ്ജക്റ്റ് ഡോട്ട് ഡിഫൈൻ പ്രോപ്പർട്ടി ഒബ്ജക്റ്റ് കോമ പ്രോപ്പ്. അതിനകത്ത് വാല്യൂ 40 റൈറ്റബിൾ ഫാൾസ് ഒബ്ജക്റ്റ് ഡോട്ട് പ്രോപ്പ്
ഈക്വൽ ടു 100. കൺസോൾ ഡോട്ട് ലോഗ് വാല്യൂ ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. റീഡ് ഓൺലി പ്രോപ്പർട്ടീസ്. എക്സ്പ്ലനേഷൻ. യു സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനബിൾസ് സ്ട്രിക്റ്റ് മോഡ്. അതായത് യു സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് മോഡിനെ എനബിൾ ചെയ്യുന്നു. സ്ട്രിക്റ്റ് മോഡിനെ എനബിൾ ചെയ്യുമ്പോഴത്തേക്കും എറേഴ്സിനെയൊക്കെ ക്യാച്ച് ചെയ്യുന്നു. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ സേഫ് അല്ലാത്ത ബിഹേവിയർ എല്ലാം പ്രിവെന്റ് ചെയ്യുന്നു. അതാണ് എറേഴ്സിനെ ക്യാച്ച് ചെയ്യാനും സേഫ് അല്ലാത്ത ബിഹേവിയറിനെ പ്രിവെന്റ് ചെയ്യുന്നു. യു ഡിഫൈൻ എ നോൺ റൈറ്റബിൾ പ്രോപ്പർട്ടി prop with value 40. നോൺ റൈറ്റബിൾ പ്രോപ്പർട്ടി prop with value 40. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഒരു നോൺ റൈറ്റബിൾ പ്രോപ്പർട്ടി പ്രോപ്പ് നമ്മൾ വാല്യൂ 40 വെച്ചിട്ട്, അതായത് റൈറ്റബിൾ ഫാൾസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. റൈറ്റബിൾ അല്ലാത്ത ഒരു നോൺ റൈറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീനെ വാല്യൂ 40 വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? നോൺ റൈറ്റബിൾ ആയിട്ടുള്ള പ്രോപ്പർ വാല്യൂ 40 വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ ദെൻ യു ട്രൈ ടു ചേഞ്ച് ഇറ്റ് വിത്ത്, നമ്മൾ പിന്നെ അതിന്റെ ആ വാല്യൂവിനെ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുന്നു. ഒബ്ജക്ട് ഡോട്ട് പ്രോപ്പ് ഈക്വൽ ടു 100 എന്ന് വന്നിട്ട് നമ്മൾ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ സിൻസ് റൈറ്റബിൾ എന്ന് പറയുന്നത് ഫാൾസ് ആയത് കാരണം ദിസ് ഇസ് നോട്ട് അലൗഡ്. റൈറ്റബിൾ എന്ന് പറയുന്നത് ഫാൾസ് അല്ലേ, അപ്പൊ നമുക്ക് ഇതിനകത്തായിട്ട് വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത് അലൗഡ് അല്ലായിരിക്കും പ്രോപ്പിന് ഒബ്ജക്റ്റിലേക്ക്. മനസ്സിലായോ? ഒബ്ജക്റ്റിനകത്ത് നമുക്ക് വാല്യൂവിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം നോൺ റൈറ്റബിൾ പ്രോപ്പർട്ടിയാണ് ഇത്. അപ്പൊ ഇതിനകത്ത് വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ദിസ് ഇസ് ഇൻ സ്ട്രിക്റ്റ് മോഡ് ദിസ് ത്രോസ് ടൈപ്പ് എറർ. സ്ട്രിക്റ്റ് മോഡിനകത്താണെങ്കിൽ ടൈപ്പ് എറർ ആയിരിക്കും വരുന്നത്. ടൈപ്പ് എറർ കനോട്ട് അസൈൻ ടു റീഡ് ഓൺലി. എങ്ങനെയായിരിക്കും ടൈപ്പ് എറർ എന്ന് വെച്ചാൽ കനോട്ട് അസൈൻ ടു റീഡ് ഓൺലി പ്രോപ്പർട്ടി പ്രോപ്പ്. റീഡ് ഓൺലി പ്രോപ്പർട്ടി പ്രോപ്പ് എന്ന് പറയുന്നത് ഒരു റീഡ് ഓൺലി പ്രോപ്പർട്ടി ആണ്. അതിനകത്തേട്ട് വാല്യൂനെ അസൈൻ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. റീഡ് ഓൺലി പ്രോപ്പർട്ടി പ്രോപ്പ് എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി പ്രോപ്പർട്ടി ആണ്. അപ്പൊ അതിനകത്തേട്ട് വാല്യൂനെ അസൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ടൈപ്പ് എറർ പറ്റും. സോ കൺസോൾ ഡോട്ട് ലോഗ് വാല്യൂ ചേഞ്ച് ഈസ് നോട്ട് റീച്ച്ഡ്. അപ്പൊ നമുക്ക് എറർ വന്ന ടൈപ്പ് എറർ വന്ന കാരണം നമുക്ക് കാരണം ഇതിനകത്തേട്ട് ഇപ്പൊ പുതിയ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കിയാലും പറ്റില്ല, കാരണം ഇത് നോൺ റൈറ്റബിൾ ഫാൾസ് ആണ്. അപ്പൊ നമുക്ക് പുതിയ വാല്യൂവിനെ നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് വാല്യൂ ചേഞ്ച് എന്ന് വന്നിട്ടുള്ള ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ വന്നു കഴിഞ്ഞു. അപ്പൊ സ്ട്രിക്റ്റ് മോഡിനകത്ത് എറർ ടൈപ്പ് എറർ ആണ് വരുന്നത്. ടു റീഡ് ഓൺലി പ്രോപ്പർട്ടി പ്രോപ്പ് റീഡ് ഓൺലി പ്രോപ്പർട്ടി പ്രോപ്പ്. പിന്നെ സോ കൺസോൾ ഡോട്ട് ലോഗ് വാല്യൂ ചേഞ്ച് റീച്ച് ചെയ്യുന്നില്ല. നീ എന്നാന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിക്റ്റ് മോഡിനെ ഞാൻ റിമൂവ് ചെയ്യാന്ന് വെച്ചോ, JS still prevents the change. ഒബ്ജക്ട് ഡോട്ട് പ്രോപ്പ് റിമെയിൻസ് 40. അതായത് നമ്മളിപ്പോ യൂസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ ലൈനിനെ റിമൂവ് ചെയ്താലും ജാവാസ്ക്രിപ്റ്റ് എന്താ ചെയ്യുന്നത്, ഒബ്ജക്ട് ഡോട്ട് പ്രോപ്പ് എന്ന് പറയുന്നത് എന്താ 40 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഒബ്ജക്ട് ഡോട്ട് പ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. Remains 40, but instead of throwing an error it fails silently, no crash. എന്നാന്ന് വെച്ചാൽ പ്രിവെന്റ്സ് ദ ചേഞ്ച്, അതായത് ചേഞ്ചിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഒബ്ജക്ട് ഡോട്ട് പ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ത്രോയിങ് ഇറ്റ് ഫെയിൽസ് സൈലന്റ്ലി. അപ്പൊ എന്നാന്ന് വെച്ചാൽ യു സ്ട്രിക്റ്റ് ലൈനിനെ നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയാണ് ചേഞ്ച് എന്തായാലും ഉണ്ടാവില്ല, 40 തന്നെയായിരിക്കും. എറർ വരാതെ അത് സൈലന്റ്ലി അത് വെച്ച് ഒരു ക്രാഷും ഇല്ലാതെ സൈലന്റ്ലി ആ എററിനെ സൈലന്റ്ലി ഫെയിൽ ചെയ്യും. നമുക്കത് കാണാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? സോ വാല്യൂ ചേഞ്ച് വിൽ ബി പ്രിന്റഡ് ഇവൻ ദോ ദ വാല്യൂ ഡിഡിന്റ് ചേഞ്ച്. വാല്യൂ ചേഞ്ച് ചെയ്തില്ലെങ്കിലും വാല്യൂ ചേഞ്ച് എന്ന് പറഞ്ഞ ഇതിന്, അതായത് ഫെയിൽ സൈലന്റ്ലി, അതായത് നമ്മൾ എറർ വന്നു എന്നറിയില്ല, സൈലന്റ് ആയിട്ട് എറർ ഫെയിൽ ചെയ്യുന്നു, ക്രാഷ് ഇല്ലാതെ സൈലന്റ് ആയിട്ട് ഫെയിൽ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ലൈൻ ആയിട്ടുള്ള വാല്യൂ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ വാല്യൂ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള
ഇത് പ്രിന്റ് ചെയ്യുന്നു, സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മള് എന്താണ് റീഡ് ഓൺലി പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? റീഡ് ഓൺലി പ്രോപ്പർട്ടീസിന്റെ പ്രത്യേകതയാണ്. അതിനകത്ത് നോൺസ് ടൈപ്പ് എറർ വരും. മറ്റേ ഇതിനകത്ത് സ്ട്രിക്റ്റ് മോഡിനകത്താണ് എന്താണ് ടൈപ്പ് എറർ വരും. യൂസ് സ്ട്രിക്റ്റിനകത്താണെങ്കിൽ സൈലന്റ്ലി ഫെയിൽ ചെയ്തിട്ട് അടുത്ത ലൈൻ പ്രിന്റ് ചെയ്യുന്നു. നീ എന്നാന്ന് വെച്ചാൽ ഗ്ലോബൽ ഒബ്ജക്റ്റ്, ദിസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റ്, ദിസ് ഈസ് എ ഗ്ലോബൽ ഒബ്ജക്റ്റ്. ദിസ് ഈസ് എ ഗ്ലോബൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് സ്ട്രിക്റ്റ് ഫങ്ഷൻ ഷോ കൺസോൾ ഡോട്ട് ലോഗ് ദിസ് ഷോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിക്റ്റ് മോഡിനകത്ത് എങ്ങനെയാണ് ഇത് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്. അപ്പൊ ദിസ് ഈസ് എ നോൺ സ്ട്രിക്റ്റ് മോഡ്, ദിസ് ഈസ് എ നോൺ സ്ട്രിക്റ്റ് മോഡ്. ഇപ്പൊ നോൺ സ്ട്രിക്റ്റ് മോഡിനകത്താണെങ്കിൽ, അതായത് സ്ട്രിക്റ്റ് യൂസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ, if you remove use strict then inside a regular function, this refers to the global object. അതായത് നമ്മൾ യൂസ് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ സാധനം ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ എന്താണ് ദിസ് എന്ന് പറയാം. ഒരു റെഗുലർ സാധാ ഒരു ഫംഗ്ഷനകത്ത്, നെയിംഡ് ഫംഗ്ഷനകത്ത്, സാധാ ഒരു ഫംഗ്ഷനകത്ത് ദിസ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഒബ്ജക്റ്റ് ആയിരിക്കും. ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഒബ്ജക്റ്റ് ആയിരിക്കും. In browsers this is window, in Node.js this is the global. So without use strict the output will be, അതായത് നമ്മൾ ബ്രൗസറിനകത്ത് നമ്മൾ ദിസിന്റെ വാല്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇതിനെ പ്രിന്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ദിസിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന എന്നാന്ന് നമ്മൾ ഷോയിനെ കോൾ ചെയ്യുന്നു. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് ദിസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സ്ട്രിക്റ്റ് മോഡ് അല്ലെങ്കിൽ നമുക്ക് ദിസിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ദിസിന്റെ വാല്യൂ ആണ്. ദിസിന്റെ വാല്യൂ എന്ന് പറയുന്നത് വിൻഡോ ആയിരിക്കും. ബ്രൗസറിനകത്താണെങ്കിൽ വിൻഡോ അല്ലെങ്കിൽ ഗ്ലോബൽ ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഗ്ലോബല്, ദിസ് ഇൻ സ്ട്രിക്റ്റ് മോഡ് ഒബ്ജക്റ്റ് ഗ്ലോബല്. Node.js-നകത്താണെങ്കിൽ ഒബ്ജക്റ്റ് ഗ്ലോബൽ എന്ന് വന്നിട്ട് വരുന്നു. മറ്റേതിനകത്ത് മറ്റേ ബ്രൗസറിനകത്താണെങ്കിൽ വിൻഡോ എന്ന് വന്നിട്ട് വരുന്നു. ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട്. ഈ സ്ട്രിക്റ്റ് മോഡിനകത്ത് നമ്മൾ ദിസിന്റെ വാല്യൂ എന്തായിരിക്കും? വിത്ത് use strict, JS prevents this from defaulting to the global object. So when the function is called a standalone show, then this becomes undefined. അതായത് യൂസ് സ്ട്രിക്റ്റ്, ഇതിനകത്ത് യൂസ് സ്ട്രിക്റ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ യൂസ് സ്ട്രിക്റ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഗ്ലോബൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂവിനെ പ്രിവെന്റ് ചെയ്യുന്നു. കോൾഡ് സ്റ്റാൻഡ് അലോൺ ഷോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ദിസ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ അൺഡിഫൈൻഡ് ആയിരിക്കും. ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഡിഫോൾട്ട്, പക്ഷെ യൂസ് സ്ട്രിക്റ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞത്, ദിസ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിരിക്കും. കോൾഡ് സ്റ്റാൻഡ് അലോൺ ഒറ്റയ്ക്ക് വിളിക്കുമ്പോഴത്തേക്കും അതിന് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം വാല്യൂ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ എലിമിനേറ്റ് വിത്ത്, ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ദിസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ യൂസ് സ്ട്രിക്റ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. എലിമിനേറ്റ് വിത്ത് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് സ്ട്രിക്റ്റ് വിത്ത് മാത്ത് കൺസോൾ ഡോട്ട് ലോഗ് സൈഡ് 90 എന്ന് പറഞ്ഞു. ദ വിത്ത് സ്റ്റേറ്റ്മെന്റ് എക്സ്റ്റെൻഡ്സ് ദ സ്കോപ്പ് ഓഫ് ഒരു ഒബ്ജക്റ്റ് എടുക്കുവാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സ്കോപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ വിത്ത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിന്റെ സ്കോപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ വിത്ത് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് ഫോർ എ ബ്ലോക്ക് ഓഫ് കോഡ്. വിത്ത് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിന്റെ സ്കോപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ്. extends the scope of an object, here math for a block of code. അപ്പൊ വിത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒബ്ജക്റ്റിന്റെ സ്കോപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതാണ് വിത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഹിയർ മാത്ത് എന്ന് പറയുന്നത് ഹിയർ മാത്ത് ഫോർ എ ബ്ലോക്ക് ഓഫ് കോഡ് എടുക്കുവാണെങ്കിൽ വിത്ത് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ സ്കോപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പിന്നെ ഇൻസൈഡ് ദ ബ്ലോക്കിന്റെ ഉള്ളിൽ എന്താണ് യു ക്യാൻ അസസ് പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് ഒബ്ജക്ട് വിത്തൗട്ട് ദ ഒബ്ജക്ട് നെയിം. അതായത് ബ്ലോക്കിന്റെ ഉള്ളിൽ നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസിനെ അസസ് ചെയ്യാനായിട്ട് പറ്റും ആ ഒബ്ജക്റ്റിന്റെ
വിത്തൗട്ട് ദ ഒബ്ജക്റ്റ് നെയിം. ഒബ്ജക്റ്റ് നെയിം ഇല്ലാതെ നമുക്ക് പ്രോപ്പർട്ടീസിനെ അസസ് ചെയ്യാനായിട്ട് പറ്റും. ബ്ലോക്കിന്റെ ഉള്ളിൽ യു ക്യാൻ അസസ് പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് ഒബ്ജക്ട് വിത്തൗട്ട് ദി ഒബ്ജക്റ്റ് നെയിം. അതായത് ഒബ്ജക്റ്റ് നെയിം ഇല്ലാതെ നമുക്ക് പ്രോപ്പർട്ടീസിനെ നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇൻസൈഡ് ദ ബ്ലോക്ക്, അതായത് ബ്ലോക്കിന്റെ ഉള്ളിലാണെങ്കിൽ ഒബ്ജക്റ്റ് നെയിം ഒബ്ജക്റ്റ് നെയിം ഇല്ലാതെ തന്നെ അതായത് ഒബ്ജക്റ്റ് നെയിം ഇല്ലാതെ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസിനെ അസസ്, ഇതിനകത്ത് മാത്ത് ആണ് ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് നെയിം ഇല്ലാതെ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസിനെ അസസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് വിത്ത് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത. അതായത് ഒബ്ജക്റ്റ്, അതായത് മാത്ത് ആണ് ഇതിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ മാത്തിന്റെ സ്കോപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ബ്ലോക്കിന്റെ ഉള്ളിലാണെങ്കിൽ പ്രോപ്പർട്ടീസ്, ആ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഒബ്ജക്റ്റ് നെയിം ഇല്ലാതെ അതിന്റെ പ്രോപ്പർട്ടീസിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. വിത്തൗട്ട് യൂസ് സ്ട്രിക്റ്റ്, നമ്മൾ യൂസ് സ്ട്രിക്റ്റ് ഇല്ലെങ്കിൽ വിത്ത് സ്റ്റേറ്റ്മെന്റ് ആഡ്സ് മാത്ത് ടു ദ സ്കോപ്പ് ചെയിൻ. അപ്പൊ യൂസ് സ്ട്രിക്റ്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. വിത്ത് സ്റ്റേറ്റ്മെന്റ് ആഡ്സ് മാത്ത് ടു ദ സ്കോപ്പ് ചെയിൻ, അതായത് സ്കോപ്പ് ചെയിനിലേക്ക് മാത്തിനെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് സോ ഇൻസൈഡ് വിത്ത് യു ക്യാൻ യൂസ് സൈൻ 90 ഇൻസ്റ്റെഡ് ഓഫ് മാത്ത് ഡോട്ട് സൈൻ. നമ്മൾ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ മാത്ത് ഡോട്ട് എന്ന് വന്നിട്ട് എഴുതണം. പക്ഷെ ഇതിനകത്ത് നമ്മൾ സ്കോപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സ്കോപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യണ കാരണം ജസ്റ്റ് നമ്മൾ എന്നാന്ന് വെച്ചാൽ വിത്ത് വെച്ചിട്ട് മാത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എവിടെ വേണമെങ്കിലും നമുക്ക് ആ ബ്ലോക്കിന്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് ആക്സസ് ചെയ്യാം വിത്തൗട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. യു ക്യാൻ യൂസ് സൈൻ 90 മാത്ത് ഡോട്ട് സൈൻ 90 എന്ന് എഴുതാതെ, ഒബ്ജക്റ്റ് ഡോട്ട് എന്ന് പറഞ്ഞ് എഴുതാതെ ജസ്റ്റ് അതിന്റെ പ്രോപ്പർട്ടീസിനെ സൈൻ 90 എന്ന് വന്നിട്ട് നമുക്ക് അതിന്റെ വാല്യൂവിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് മാത്ത് ഡോട്ട് സൈൻ 90 ഇൻ റേഡിയൻസ് നോട്ട് ഡിഗ്രീസ്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ വാല്യൂവിനെ നമുക്ക് കിട്ടും. ഈ യൂസ് സ്ട്രിക്റ്റ് ഉപയോഗിക്കുവാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താന്ന്, യൂസ് സ്ട്രിക്റ്റ് ഉപയോഗിക്കുവാണെങ്കിൽ വിത്തിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് സ്ട്രിക്റ്റ് വിത്ത് മാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് എറർ, സിന്റാക്സ് എറർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വൈ? ബിക്കോസ് വിത്ത് ഈസ് ഫോർബിഡൻ ഇൻ സ്ട്രിക്റ്റ് മോഡിനകത്ത് വിത്ത് എന്ന് പറയുന്നത് ഫോർബിഡൻ ആണ്, അത് ഒഴിവാക്കിയേക്കുന്ന സാധനമാണ്. ടു അവോയ്ഡ് അൺപ്രെഡിക്റ്റബിൾ സ്കോപ്പ് ബിഹേവിയർ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത സ്കോപ്പ് ബിഹേവിയർ എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് വിത്ത് എന്ന് പറയുന്ന സാധനം ഓൾറെഡി ഫോർബിഡൻ ആണ് സ്ട്രിക്റ്റ് മോഡിനകത്ത്. ഔട്ട്പുട്ട് സിന്റാക്സ് എറർ, സ്ട്രിക്റ്റ് മോഡ് കോഡ് മേ നോട്ട് ഇൻക്ലൂഡ് എ വിത്ത് സ്റ്റേറ്റ്മെന്റ്, വിത്ത് സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പൊ നമുക്ക് എറർ കിട്ടുന്നു. സ്ട്രിക്റ്റ് മോഡിനകത്ത് വിത്ത് സ്റ്റേറ്റ്മെന്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നായിരിക്കും എറർ വരുന്നത്, സിന്റാക്സ് എറർ ആയിട്ട് വരുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് എറർ വരും. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഫോർബിഡൻ ആണ്, കാരണം അൺപ്രഡിക്റ്റബിൾ സ്കോപ്പ് ബിഹേവിയർ വന്ന കാരണം. ഇപ്പൊ നമ്മൾ വിത്ത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് മോഡിനകത്ത് വിത്ത് ഫോർബിഡൻ ആണ്, അൺപ്രഡിക്റ്റബിൾ സ്കോപ്പ് ബിഹേവിയർ അവോയ്ഡ് ചെയ്യാനായിട്ട്. ഈ സെക്വേഴ്സ് ഇവാൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് സ്ട്രിക്റ്റ് ഇവാൽ ബാർ എസ് ഈക്വൽ ടു 10 കൺസോൾ ഡോട്ട് ലോഗ് എസ്. ഇവാൽ എന്ന് പറയുന്നത് ഈസ് എ ബിൽഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് മേക്സ് എ സ്ട്രിംഗ് ആസ് ഇൻപുട്ട് ആൻഡ് എക്സിക്യൂട്ട്സ് ഇറ്റ് ആസ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. ഇവാൽ എന്ന് പറയുന്നത് ഒരു ബിൽഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. അത് ഇൻപുട്ട് ആയിട്ട് സ്ട്രിങ്ങിനെയാണ്, ദാറ്റ് ടേക്സ് സ്ട്രിംഗ് ആസ് ഇൻപുട്ട് ആയിട്ട് ഒരു സ്ട്രിങ്ങിനെയാണ് എടുക്കുന്നത് ആൻഡ് എക്സിക്യൂട്ട്സ് ഇറ്റ് ആസ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. അപ്പൊ യൂസ് സ്ട്രിക്റ്റിനകത്ത് നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവാൽ എന്ന് പറയുന്നത് ഒരു ബിൽഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. ഇവാൽ എന്ന് പറഞ്ഞ സാധനം അതെന്ന് പറയുന്നത് സ്ട്രിങ്ങിനെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു, എന്നിട്ട് അത് ജാവാസ്ക്രിപ്റ്റ് കോഡിനെ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. സ്ട്രിങ് ആയിട്ടായിരിക്കും അത് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത്, ഒരു സ്ട്രിങ് ആയിരിക്കും, അത് ജാവാസ്ക്രിപ്റ്റ് കോഡ് പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നു.
അത് കഴിഞ്ഞിട്ട് വിത്തൗട്ട് യൂസ് സ്ട്രിക്റ്റ്. ഈ വാലിന്റെ പ്രത്യേകത എന്താണ്? സ്ട്രിങ്, ഒരു ബിൽഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. അത് സ്ട്രിങ്ങിനെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. അത് ജാവാസ്ക്രിപ്റ്റ് കോഡിനെ പോലെ തന്നെയായിരിക്കും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ വിത്തൗട്ട് യൂസ് സ്ട്രിക്റ്റ്, യൂസ് സ്ട്രിക്റ്റ് ഇല്ലാതെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് സ്ട്രിക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇവാൽ റൺസ് ദ സ്ട്രിങ് ലൈക്ക് കോഡ്. അതായത് ഇവാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രിങ് ലൈക്ക് കോഡിനെ റണ്ണ് ചെയ്യുന്നു. അപ്പൊ നമ്മള് എന്താണ് var s ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ ആ സ്ട്രിങ് ലൈക്ക് കോഡിനെ റണ്ണ് ചെയ്യുന്നു. സിൻസ് ദർ ഇസ് നോ, ഇതിനകത്ത് സ്ട്രിക്റ്റ് മോഡ് ഇല്ലാത്ത കാരണം എസ് ഈസ് ഡിക്ലെയർഡ് ഇൻ ദ ഔട്ടർ സ്കോപ്പ്. എസ് എന്ന് പറയുന്നത് ഔട്ടർ സ്കോപ്പിലായിരിക്കും എന്താണ് എസ് എന്ന് പറയുന്നത് ഔട്ടർ സ്കോപ്പ്, പുറത്ത് വരും. എസിന്റെ ഇത് എന്ന് പറയുന്നത് ഔട്ടർ സ്കോപ്പിലേക്ക് വരുന്നു, സ്ട്രിക്റ്റ് മോഡ് ഇല്ലാത്ത കാരണം. സോ കൺസോൾ ഡോട്ട് ലോഗ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്സ് ആൻഡ് പ്രിന്റ്സ് 10. അപ്പൊ എസ് എന്ന് പറയുന്ന ഇത് ഔട്ടർ സ്കോപ്പിൽ ഡിക്ലെയർ ചെയ്യുന്നു, അന്ന് സ്ട്രിക്റ്റ് മോഡ് ഇല്ലാത്ത കാരണം. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് എസ് എന്താണ്? 10നെ പ്രിന്റ് ചെയ്യുന്നു. ഈ വിത്ത് യൂസ് സ്ട്രിക്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന്, സ്ട്രിക്റ്റ് മോഡിനകത്ത് വേരിയബിൾസ് ഡിക്ലെയർഡ് ഇൻസൈഡ് ഇവാൽ ആർ നോട്ട് ആഡഡ് ടു ദ ഔട്ടർ സ്കോപ്പ്. അതായത് സ്ട്രിക്റ്റ് മോഡിനകത്ത് ഇവാലിനകത്ത് ഡിക്ലെയർ ചെയ്തേക്കുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് ആർ നോട്ട് ആഡഡ് ടു ദ ഔട്ടർ സ്കോപ്പ്. ഔട്ടർ സ്കോപ്പിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇവാലിനകത്ത് ഇൻസൈഡ് ഇവാലിനകത്ത് ഡിക്ലെയർ ചെയ്തേക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഔട്ടർ സ്കോപ്പിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഔട്ടർ സ്കോപ്പിലേക്ക് ആഡ് ചെയ്യണില്ലാത്ത കാരണം എസ് ഓൺലി എക്സിസ്റ്റ് ഇൻസൈഡ് ഇവാൽ. എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൺലി ഇവാലിന്റെ ഉള്ളിൽ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പുറത്തേട്ട് എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് കാരണം കൺസോൾ ഡോട്ട് ലോഗ് എസ് എന്ന് പറയുന്നത് ത്രോസ് റഫറൻസ് എറർ, എസ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഫറൻസ് എറർ ആണ് വരുന്നത്. കാരണം ഇവാലിന്റെ ഉള്ളിൽ മാത്രമാണ് എസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഔട്ട്സൈഡ് മറ്റേതെന്ന് വെച്ചാൽ ഔട്ട്സൈഡ് സ്കോപ്പ് അതിനെ ഔട്ട്സൈഡിലേക്ക് അതിന്റെ ഡിക്ലറേഷൻ വരും, അത് വാല്യൂവിനെ കിട്ടും. വിത്ത് സ്ട്രിക്റ്റ് മോഡിനകത്താണെങ്കിൽ എസ് ഡിക്ലെയർ ചെയ്യുന്ന ഔട്ടർ പുറത്ത് ഡിക്ലെയർ ചെയ്യണ എസിന്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലിന്റെ ഉള്ളിൽ മാത്രമാണ് എസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഔട്ട്സൈഡിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് എസ് ത്രോസ് റെഫറൻസ് എറർ, എസ് ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഫറൻസ് എറർ വരും. അപ്പൊ ഇതാണ് നമ്മള് യൂസ് സ്ട്രിക്റ്റിന്റെ നമ്മള് ഇവാലിന്റെ കേസിനകത്ത്. നീ എന്നാന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ ഫംഗ്ഷനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് വരുമ്പോൾ യൂസ് സ്ട്രിക്റ്റ് ഫംഗ്ഷൻ സം എ സി റിട്ടേൺ എ പ്ലസ് സി കൺസോൾ ഡോട്ട് ലോഗ് സം 10 20 30 വിത്തൗട്ട് യൂസ് സ്ട്രിക്റ്റ്. അതായത് യൂസ് സ്ട്രിക്റ്റ് ഇല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് അലോസ് ഡ്യൂപ്ലിക്കേറ്റ് പാരാമീറ്റർ നെയിംസ് ഇൻ നോൺ സ്ട്രിക്റ്റ് മോഡ്. അതായത് സ്ട്രിക്റ്റ് മോഡ് അല്ലെങ്കിൽ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് പാരാമീറ്ററിനെ അലോ ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് പാരാമീറ്ററിനെ അലോ ചെയ്യുന്നു. അതായത് സ്ട്രിക്റ്റ് മോഡ് അല്ലെങ്കിൽ ദ ലാസ്റ്റ് ടേക്സ് പ്രസിഡൻസ്. അതായത് ലാസ്റ്റ് അതായത് എയിനകത്ത് രണ്ടാമത്തെ ഏതാണോ, അതായത് ഇതിനകത്ത് സെക്കൻഡ് വൺ ആണ്, അപ്പൊ അതിനായിരിക്കും കൂടുതൽ. ഏറ്റവും ലാസ്റ്റ് ഏതാണോ റിപ്പീറ്റ് ചെയ്തേക്കണേൽ ആ റിപ്പീറ്റ് ചെയ്തേക്കണ ലാസ്റ്റ് വണ്ണിനായിരിക്കും കൂടുതൽ പ്രസിഡൻസ് എന്ന് പറയുന്നത്. സോ സം 10 20 30 എന്ന് പറയുന്നത് എ ഈസ്കൽ ടു 20 സി ഈസ്കൽ ടു 30. സോ എ പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഇതിന്റെ വാല്യൂ ഏതാണ് അതിനായിരിക്കും കൂടുതൽ. അപ്പൊ എന്റെ വാല്യൂ രണ്ടും 20 ആയി മാറി, ഇതും 20 ആയി ഇതും 20 ആയി. അപ്പൊ എ പ്ലസ് സി എന്ന് പറയുമ്പോഴേ 20 രണ്ടാമത്തെ റിപ്പീറ്റ് ചെയ്ത ഏതാണ്, ലാസ്റ്റ് റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഏതാണോ അതിന്റെ വാല്യൂ ആയിരിക്കും. അപ്പൊ എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 70, ഔട്ട്പുട്ട് 70 എന്ന് പറഞ്ഞ് കിട്ടുന്നു. യൂസ് സ്ട്രിക്റ്റിന്റെ കേസിനകത്ത് ലാസ്റ്റ് റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഏതാണോ ആ വാല്യൂ ആയിരിക്കും, അതിനായിരിക്കും കൂടുതൽ പ്രസിഡൻസ് കൊടുക്കുന്നത്.
അപ്പൊ അതാണ് യൂസ് സ്ട്രിക്റ്റിനകത്താണെങ്കിൽ ഇൻ സ്ട്രിക്റ്റ് മോഡ് ഡ്യൂപ്ലിക്കേറ്റ് പാരാമീറ്റേഴ്സ് നെയിംസ് ആർ നോട്ട് അലൗഡ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് പാരാമീറ്റർ നെയിംസ് സ്ട്രിക്റ്റ് മോഡിനകത്ത് അലൗഡ് അല്ല. അപ്പൊ സിൻടാക്സ് എറർ ആണ് വരുന്നത്. അപ്പൊ സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് പാരാമീറ്റർ നോട്ട് അലൗഡ് ഇൻ ദിസ് കോണ്ടെസ്റ്റ്. ഡ്യൂപ്ലിക്കേറ്റ് പാരാമീറ്റർ ഇതിനകത്ത് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സിൻടാക്സ് എറർ തരുന്നു. അപ്പൊ അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഒരിക്കലും വരാൻ പാടില്ല സ്ട്രിക്റ്റ് മോഡിനകത്ത് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സിൻടാക്സ് എറർ വരും. മറ്റേ സ്ട്രിക്റ്റ് വിത്തൗട്ട് യൂസ് സ്ട്രിക്റ്റ് ആണെങ്കിൽ നമ്മളുടെ ഏതാണ് ലാസ്റ്റ് റിപ്പീറ്റ് ചെയ്തേക്കുന്ന ആ വാല്യൂ ആയിരിക്കും ഹയർ പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം ആ ലാസ്റ്റ് വന്ന് റിപ്പീറ്റ് ചെയ്തേക്കുന്ന വാല്യൂ വെച്ചിട്ട് ഓവർ റൈറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇതിനകത്ത് സിൻടാക്സ് എറർ ഡ്യൂപ്ലിക്കേറ്റ് പാരാമീറ്റർ നെയിം നോട്ട് അലൗഡ് ഇൻ ദിസ് കോണ്ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നു.